ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരു ഒബ്സഷൻ മൂവി കാണാതിരിക്കുന്നത് നല്ലത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് സത്യം പറഞ്ഞ ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. മൂവി ബോക്സ്ഡ് ആസ്പെക്ട് റേഷ്യോയിലായിരുന്നു, സബ് ടൈറ്റിലും ഇല്ല. ഞാൻ വിചാരിച്ചു തിയേറ്ററുകാരുടെ പ്രശ്നമാണെന്ന്. ഇന്റർവെല്ലിൽ മാനേജറിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴാണ് ആള് പറഞ്ഞത് അത് ഫ്ലാറ്റ് മൂവിയാണ്. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ കേൾക്കുന്നത്. പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഫ്ലാറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ക്രീൻസിൽ പോയി കണ്ടാൽ മാത്രമേ നന്നായി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നും. ഇത് ഡയറക്ടർ മനഃപൂർവ്വം ഈ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തതാണത്രേ, ടു ട്രിഗർ ക്ലോസ്ട്രോഫോബിയ ആൻഡ് പാരനോയ. മൂവി നല്ലത് തന്നെയാണ്, ബട്ട് ചില സീൻസ് ഒക്കെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അവാർഡ് പടം പോലെയൊക്കെ തോന്നും. നൈറ്റ് 10:30 ഷോ ആയതുകൊണ്ട് എന്തായാലും ഉറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് അറിയുന്നുണ്ട് ഉച്ചയ്ക്ക് കേരള റെസ്റ്റോറൻറ്റിൽ പോയി കേരള മീൽസും കൂന്തൽ ഫ്രൈയും കഴിച്ച് ഈവനിങ് കുറച്ചു നേരം ഉറങ്ങി. എണീറ്റ് നോക്കിയപ്പോഴാണ് നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്നത്. ഫ്രണ്ടിന്റെ ബൈക്കിന്റെ കാര്യത്തിന് പിന്നെയും ജാവ ഷോറൂമിൽ പോകേണ്ടി വന്നു. അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ പാർക്കർ ട്രെയിനിങ് ചെയ്യുന്ന കണ്ടത്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ വന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. രാവിലെ ഓടാൻ പോയതിനു ശേഷം ഒരു ഇളനീര് വാങ്ങിക്കുടിച്ചു. 75 ആർഡ് ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം 2 നേരം തല കുളിക്കേണ്ടി വരുന്നതാണ്. ഇവിടുത്തെ വെള്ളവും എല്ലാം കാരണം മുടിയുടെ തിക്നെസ് ഒക്കെ കമ്മിയായി വരുന്നുണ്ട്. മൂവി കഴിഞ്ഞ് റൂമിലെത്താൻ 2 മണിയായതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ബട്ട് 5th ഡേ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു.